ഹലോ ഗൈസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതിലെന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് തേങ്ങയും മുളകും അരച്ച് വെച്ചിട്ടുള്ള നല്ല കിടിലോസ്കി ചൂരക്കറിയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് പൊടികളൊന്ന് വറുത്തെടുക്കണം. എന്തൊക്കെയാണ് പൊടികളെന്ന് പറഞ്ഞാൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടിയുടെ അളവ് നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം. നമ്മളിവിടെ ആവശ്യത്തിന് കൂടുതൽ എരിവ് ഉപയോഗിക്കാറില്ല. മീഡിയമായിട്ടുള്ള എരിവിലാണ് കറികൾ വെക്കാറുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരളവിൽ മുളക് പൊടി എടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടികൾ നല്ലപോലെ വറുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് 1/4 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുക്കാം. ഇനി പൊടികളും തേങ്ങയും നല്ലപോലെ ഇളക്കി ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ നരച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കറി വെക്കാൻ നോക്കാം. അപ്പോൾ ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും പൊടിച്ച് കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് നല്ലപോലെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില ഇതൊക്കെ ഇട്ട് കൊടുക്കാം. സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലപോലെ മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുള്ളതും ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു തക്കാളി തൊണ്ട് കളഞ്ഞിട്ടാണ് മിക്സിയിലിട്ടൊന്ന് കറക്കി എടുത്തിട്ടുള്ളത്. അതും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റി കൊടുക്കുക. അങ്ങനെ നമ്മുടെ തക്കാളി ഇവിടെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും മുളകും മസാല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും അതുപോലെ തന്നെ കുറച്ച് നേരം മുന്നേ നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിട്ടുള്ള കുടംപുളിയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മീൻകറിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിവിടെ 1.5 ടീസ്പൂണാണ് കണക്കെന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിൻ്റെ ആ ഒരു അളവിട്ട് കൊടുക്കാം. ഇനി മീൻകറിക്ക് ആവശ്യമുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് ഈ വെള്ളം നല്ലപോലെ തിളക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് തിളക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മൂടിപ്പാത്രം വെച്ച് ഒന്ന് അടച്ചു കൊടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നിട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ എല്ലാ മീൻ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് നല്ലപോലെ തിളക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നെയും ഒരു മൂടിപ്പാത്രം വെച്ചുകൊണ്ട് തന്നെ അടച്ചു വെക്കാം. ഇവിടെ മീൻകറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ട് ഒരു 10-20 മിനിറ്റോളം അങ്ങനെ സ്ലോ സ്പീഡിൽ കിടന്ന് മീൻ വേകട്ടെ. അപ്പോഴേക്കും നമ്മുടെ കറിയും ഇവിടെ റെഡിയായി വരും. അങ്ങനെ ഒരു 10-20 മിനിറ്റിന് ശേഷം ഞാൻ നോക്കിയപ്പോഴേക്കും മീൻ നല്ലപോലെ വറ്റി തുടങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് ചാറ് കുറവ് മതിയെങ്കിൽ കുറച്ചും കൂടി സമയം ആ ഒരു ചാറ് വറ്റിക്കുന്നവരിട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് ചാറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു പരുവത്തിൽ വെച്ച് നമുക്ക് നിർത്താം. പിന്നെ ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ കറി സെർവ് ചെയ്യാം. അപ്പോൾ കുറച്ച് ആറിയിട്ട് കഴിക്കണമെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചൂടോടെ കഴിച്ച് കഴിഞ്ഞാൽ മീൻ കറിയുടെ ഒന്നും ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. ഇപ്പോൾ ഞാനിവിടെ 10-20 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വന്ന് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല തിക്കായിട്ട് ഗ്രേവി ഇരിപ്പുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആവശ്യത്തിന് ഉപ്പും പുളിയൊക്കെ പിടിച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചൂരക്കറിയാണിത്. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതേക്കും ടാറ്റാ.